തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം. വരാനിരിക്കുന്ന രാജാവ്. എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുൾ ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു. നിങ്ങൾ അവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എന്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയത്തിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല. ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു. ഇതാ, ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവന്റെ നാളുകളിൽ യൂദാ രക്ഷിക്കപ്പെടും. ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് ആരും ശബ്ദം ചെയ്യാത്ത കാലം വരുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു. ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്തു നിന്നും അവിടുന്ന് നാടുകടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നായിരിക്കും അവർ സത്യം ചെയ്യുക. അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും. വ്യാജ പ്രവാചകന്മാരെ കുറിച്ച് എന്റെ ഹൃദയം തകരുന്നു. അസ്ഥികൾ ഇളകുന്നു. വീഞ്ഞു കുടിച്ചു മത്തു പിടിച്ചവനെ പോലെയാണ് ഞാൻ. ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയും അത്രേ. നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയും. ശാപനിമിത്തം നാട് വിലപിക്കും. മരുഭൂമിയിലെ മേച്ചിൽ സ്ഥലങ്ങൾ കരിയുന്നു. അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതിയും നിറഞ്ഞതാണ്. പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു. എന്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും. അതിലൂടെ അവൻ ഓടിക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യും. അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവരുടെ മേൽ ഞാൻ തിന്മ വർഷിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. സമരിയയിലെ പ്രവാചകരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ വഴിപിഴപ്പിച്ചു. ജെറുസലേമിലെ പ്രവാചകരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ വ്യഭിചരിക്കുകയും കാപട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ആരും ദുഷ്ടത ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ പിന്താങ്ങുന്നു. അവർ എനിക്ക് സോദോം പോലെയാണ്, അവിടുത്തെ നിവാസികൾ ഗൊമേറ പോലെയും. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെ കുറിച്ചു അരുൾ ചെയ്യുന്നു. അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും. അവരെ ഞാൻ വിഷം കുടിപ്പിക്കും. എന്തെന്നാൽ ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. തങ്ങളുടെ വചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവരുടെ വാക്കുകൾ കർത്താവിന്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിന്റെ വിഭ്രാന്തിയാണ്. കർത്താവിന്റെ വാക്കിനെ പുച്ഛിച്ച് തള്ളുന്നവരോട് നിങ്ങൾക്ക് എല്ലാം നന്മയായിരിക്കും എന്ന് അവർ നിരന്തരം പറയുന്നു. തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നും അവർ പറയുന്നു. അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത്? അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ്?
ഇതാ കർത്താവിന്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ തലയിൽ അത് ആഞ്ഞടിക്കും. കർത്താവിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല. സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. ആ പ്രവാചകന്മാരെ ഞാൻ അറിയിച്ചില്ല, എന്നിട്ടും അവർ ഓടി നടന്നു. ഞാൻ അവരോട് സംസാരിച്ചില്ല, എന്നിട്ടും അവർ പ്രവചിച്ചു. എന്റെ സന്നിധിയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ ജനത്തോട് അവർ എന്റെ വാക്കുകൾ പ്രഘോഷിച്ചു ദുർമാർഗത്തിൽ നിന്നും ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കുവാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. കള്ളപ്രവചനങ്ങൾ നടത്തുന്ന, സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്രനാൾ വ്യാജം കൊണ്ടു നടക്കും? തങ്ങളുടെ പിതാക്കന്മാർ ബാലിനെ പ്രതി എന്റെ നാമം വിസ്മരിച്ചതുപോലെ എന്റെ ജനത്തിന്റെ ഇടയിൽ എന്റെ നാമം വിസ്തൃതമാക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ ഭാവനകൾ പരസ്പരം കൈമാറുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, സ്വപ്നം കാണുന്ന പ്രവാചകൻ തന്റെ സ്വപ്നം പറയട്ടെ. എന്റെ വചനം ലഭിച്ചിട്ടുള്ളവർ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്കും തമ്മിൽ എന്തു പൊരുത്തം? എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. അതിനാൽ അയൽക്കാരിൽ നിന്ന് എന്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു. സ്വന്തം നാവ് അനക്കിയാൽ കർത്താവിന്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു. വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു. നുണകൾ പറഞ്ഞും മീൻ പഠിച്ചും അവർ എന്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു. ഞാൻ അവരെ അയച്ചില്ല, അധികാരപ്പെടുത്തിയിട്ടുമില്ല. അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവ് എന്താണ് ഭരമേൽപ്പിച്ചത് എന്ന് ജനത്തിൽ ആരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ തന്നെയാണ് ആ ഭാരം. ഞാൻ നിങ്ങളെ വലിച്ചെറിയും. കർത്താവിന്റെ ഭാരം എന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ആരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവന്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും. നിങ്ങൾ ഓരോരുത്തരും തന്റെ അയൽക്കാരനോടും സഹോദരനോടും പറയേണ്ടത് ഇങ്ങനെയാണ്, കർത്താവ് നൽകുന്ന ഉത്തരമെന്ത്? കർത്താവ് അരുൾ ചെയ്തതെന്ത്? കർത്താവിന്റെ ഭാരം എന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത്. ഓരോരുത്തരും അവനവന്റെ വാക്ക് തന്നെ ഭാരമായി തീരും. എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായി ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. കർത്താവ് നിനക്ക് എന്തു പ്രത്യുത്തരം നൽകി? കർത്താവ് എന്താണ് അരുൾ ചെയ്തത് എന്നിങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനോട് ചോദിക്കേണ്ടത്. കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിന്റെ ഭാരം എന്ന് പറയുന്നത് വിലക്കി ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങൾ അതുതന്നെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ നഗരത്തെയും എന്റെ കൺമുൻപിൽ നിന്ന് പിഴുതെറിയും. ശാശ്വതമായ നിന്ദയ്ക്കും മറക്കാത്ത അപമാനത്തിനും ഞാൻ നിങ്ങളെ വിധേയരാക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം. 2 കുട്ട അത്തിപ്പഴം. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യഹോയാക്കീമിന്റെ മകനും യൂദയ രാജാവുമായ യെക്കോണിയാവിടെയും യൂദയായിലെ പ്രഭുക്കന്മാരെയും ശില്പികളെയും ലോഹപ്പണിക്കാരെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് നാടുകടത്തിയതിനു ശേഷം കർത്താവ് എനിക്കൊരു ദർശനം നൽകി. ഇതാ, ദേവാലയത്തിന്റെ മുൻപിൽ 2 കുട്ട അത്തിപ്പഴം. ഒരു കുട്ടയിൽ ആദ്യം മൂത്തുപഴുത്ത മേൽത്തരം അത്തിപ്പഴം, മറ്റേ കുട്ടയിൽ തിന്നാൻ കൊള്ളാത്ത വിധം ചീഞ്ഞയായ പഴവും. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അത്തിപ്പഴങ്ങൾ. നല്ലത് വളരെ നന്ന്, മോശമായത് തിന്നാൻ കൊള്ളാത്ത വിധം തീരെ മോശം. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്നും കൽദായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂദാ നിവാസികളെ
ഈ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും. ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും. ഈ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല. ഞാൻ അവരെ നടും, പിഴുതെറിയുകയുമില്ല. ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും. എന്നാൽ യൂദയായിലെ രാജാവായ സിദെക്കീയായെയും അവൻ്റെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിക്കുകയോ ഈജിപ്തിൽ പോയി പാർക്കുകയോ ചെയ്യുന്ന ജെറുസലേംകാരനെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴം പോലെ ഞാൻ ഉപേക്ഷിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവർ ഭീമത്സ വസ്തുവായിരിക്കും. ഞാൻ അവരെ ചിതറിച്ച എല്ലായിടത്തും അവർ അവജ്ഞയ്ക്കും പഴമൊഴിക്കും അവഹേളനത്തിനും ശാപത്തിനും പാത്രവും ആയിരിക്കും. അവർക്കും അവരുടെ പിതാക്കന്മാർക്കും നൽകിയ ദേശത്തു നിന്ന് അവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നതുവരെ അവരുടെ മേൽ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും ഞാൻ അയക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം. 70 വർഷം പ്രവാസത്തിൽ. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ 1-ാം ഭരണവർഷം യൂദാ ജനത്തെക്കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച അരുളപ്പാട്. ജെറമിയ പ്രവാചകൻ യൂദയായിലെ ജനത്തോടും ജെറുസലേം നിവാസികളോടും പറഞ്ഞു. യൂദാ രാജാവും ആമോസിന്റെ പുത്രനുമായ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം മുതൽ ഇന്നുവരെ 23 വത്സരം ദൈവത്തിന്റെ അരുളപ്പാട് എനിക്ക് ഉണ്ടാവുകയും ഞാൻ അവ നിങ്ങളെ നിഷ്ഠയോടുകൂടി അറിയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ കേട്ടില്ല. കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടവിടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ദുർമാർഗവും ദുഷ്വൃത്തിയും ഉപേക്ഷിച്ച് പിന്തിരിയുക. എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്ക് വസിക്കാം. അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത്. നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. കർത്താവ് അരുൾ ചെയ്യുന്നു. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വചനം കേൾക്കാതെ ഇരുന്നതിനാൽ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിലോൺ രാജാവായ എന്റെ ദാസൻ നെബൂഖദ്നേസറിനെയും ഞാൻ വിളിച്ചു വരുത്തും. ഞാൻ ഈ ദേശത്തെയും ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും. ഞാൻ അവരെ ഒരു ഭീവത്സ വസ്തുവും പരിഹാസ വിഷയവും ശാശ്വത നിന്ദാപാത്രവും ആക്കും. ഞാൻ അവരിൽ നിന്ന് ആനന്ദഘോഷവും ഉല്ലാസത്തിമിർപ്പും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും നീക്കിക്കളയും. ഈ ദേശം നശിച്ചു ശൂന്യമാകും. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. 70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനതയെയും കൽദായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും. ആ ദേശത്തെ ശാശ്വത ശൂന്യതയില്ലാതാക്കി തീർക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ആ ദേശത്തിനെതിരായി ഞാൻ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും സകല ജനതകളെയും കുറിച്ച് ജെറമിയ പ്രവചിക്കുകയും ഈ ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ നിറവേറ്റും. അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാകും. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചു ഞാൻ പ്രതിഫലം നൽകും. ക്രോധത്തിന്റെ പാനപാത്രം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, എന്റെ കയ്യിൽ നിന്ന് എന്റെ ക്രോധത്തിന്റെ വീഞ്ഞു നിറഞ്ഞ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുക്കലേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക. അവർ അത് കുടിക്കും. ഞാൻ അവരുടെ മേൽ അയക്കുന്ന വാൾ നിമിത്തം അവർ ഉന്മത്തരാവുകയും അവർക്ക് ചിത്രഭ്രമം സംഭവിക്കുകയും ചെയ്യും. ഞാൻ കർത്താവിന്റെ കയ്യിൽ നിന്ന് പാനപാത്രം എടുത്ത് അവിടുന്ന് എന്നെ ആരുടെ അടുക്കലേക്ക് അയച്ചോ ആ ജനതകളെയെല്ലാം കുടിപ്പിച്ചു. ഇന്നത്തെ പോലെ അവരെ നാശകൂമ്പാരവും പരിഹാസ വിഷയവും
അവജ്ഞാപാത്രവും ആക്കേണ്ടതിന് ജെറുസലേം, യൂദയായിലെ നഗരങ്ങൾ, അവയിലെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഈജിപ്തിലെ രാജാവ് ഫറവോ, അവന്റെ ദാസന്മാർ, പ്രഭുക്കന്മാർ, ജനം, അവരുടെ ഇടയിലുള്ള വിദേശീയർ, ഊസ് ദേശത്തെ രാജാക്കന്മാർ, ഫിലിസ്ത്യരുടെ അഷ്കലോൺ, ഗാസ, എക്രോൺ, അഷ്ദോദ്, അവശേഷിച്ചിരിക്കുന്നവർ എന്നിവരുടെ ദേശത്തുള്ള രാജാക്കന്മാർ, ഏദോം, മുബാബ്, അമ്മോന്യർ, ടയറിലും സീദോനിലും കടലിനക്കരെയുമുള്ള ദ്വീപുകളിലുമുള്ള രാജാക്കന്മാർ, ദേദാൻ, തേമ, ബൂസ്, ചെന്നി, മുണ്ടനം ചെയ്യുന്നവർ, അറേബ്യയിലെ രാജാക്കന്മാർ, മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗങ്ങളുടെ രാജാക്കന്മാർ, സിമ്രി, ഏലാം, മേദിയ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ എന്നിവരെയും, ഉത്തരദേശത്ത് അടുത്തും അകലെയുമുള്ള രാജാക്കന്മാർ, ഇങ്ങനെ ഭൂമുഖത്തുള്ള ഓരോന്നിനെയും സകല ജനതകളെയും ഞാൻ കുടിപ്പിക്കും. അവസാനം ബാബിലോൺ രാജാവും കുടിക്കും. നീ അവരോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ കുടിച്ചു മതിച്ചു ഛർദ്ദിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾ തലയാൽ വീഴുക. നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല. നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം, നിങ്ങൾ കുടിച്ചേ തീരൂ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. എന്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ? നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതാ, ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാൾ അയക്കാൻ പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നീ അവരോട് പ്രവചിക്കുക. കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് ഗർജിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. തന്റെ അജഗണത്തിനെതിരെ അവിടുന്ന് ഉച്ചത്തിൽ ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരുടെ അട്ടഹാസം പോലെ സകല ഭൂവാസികൾക്കും എതിരെ അവിടുന്ന് ശബ്ദമുയർത്തുന്നു. അവിടുത്തെ ശബ്ദം ഭൂമിയുടെ അതിർത്തികൾ വരെ മുഴങ്ങി കേൾക്കാം. കർത്താവ് ജനതകൾക്കെതിരെ കോപിച്ചിരിക്കുന്നു. അവിടുന്ന് സകല ജനപദങ്ങളെയും വിധിക്കുന്നു. ദുഷ്ടരെ അവിടുന്ന് വാളിനിരയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ, അനർത്ഥം ജനതകളിൽ നിന്ന് ജനതകളിലേക്ക് വ്യാപിക്കുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് ഭീകരമായ കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കിടക്കും. ആരും അവരെ ഓർത്ത് വിലപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല. വയലിൽ വളം വിതറിയതുപോലെ അവർ കിടക്കും. ഇടയന്മാരെ അലമുറയിട്ട് നിലവിളിക്കുവിൻ, അജപാലകരെ ചാരത്തിൽ കിടന്നുരുളുവിൻ. നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു. കൊഴുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും. ഇടയന്മാർക്ക് ഓടിയൊളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല. ഇതാ, ഇടയന്മാർ നിലവിളിക്കുന്നു, അജപാലകർ ഉച്ചത്തിൽ വിലപിക്കുന്നു. എന്തെന്നാൽ കർത്താവ് മേച്ചിൽ സ്ഥലങ്ങൾ നശിപ്പിക്കുന്നു. പ്രശാന്തമായിരുന്ന ആലകൾ കർത്താവിന്റെ ഉഗ്രകോപത്താൽ നാശകൂമ്പാരമായിരിക്കുന്നു. സിംഹം ഗുഹ വിട്ടിറങ്ങിയിരിക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരതയും അവന്റെ ഉഗ്രകോപവും നിമിത്തം അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം. ജെറമിയ ന്യായാസനത്തങ്കിൽ. യൂദയ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കർത്താവ് അരുൾ ചെയ്യുന്നു, നീ ദേവാലയ അങ്കണത്തിൽ ചെന്നു നിന്ന് കർത്താവിന്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂദാ നിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക. ഒരു വാക്ക് പോലും വിട്ടുകളയരുത്. അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അപ്പോൾ അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. നീ അവരോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കലേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ഷീലോ പോലെയാക്കും. ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും.
ദേവാലയത്തിൽ വെച്ച് ജെർമിയ ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു. ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടി. അവർ പറഞ്ഞു, നീ മരിച്ചേ മതിയാകൂ. ഈ ആലയം ശീലോ പോലെയാക്കും, ഈ നഗരം വിജനമാക്കും എന്ന് നീ കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചതെന്ത്? ജനം മുഴുവൻ ദേവാലയത്തിൽ അവന്റെ ചുറ്റും കൂടി. യൂദയായിലെ പ്രഭുക്കന്മാർ ഇതറിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി ദേവാലയത്തിൽ വന്ന് പുതിയ കവാടത്തിന് സമീപം ആസനസ്ഥരായി. അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും ജനത്തോടുമായി പറഞ്ഞു, ഇവൻ മരണത്തിന് അർഹനാണ്. എന്തെന്നാൽ ഇവൻ ഈ നഗരത്തിനെതിരായി പ്രവചിച്ചിരിക്കുന്നു. നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ. അപ്പോൾ പ്രഭുക്കന്മാരോടും ജനത്തിനോടുമായി ജെർമിയ പറഞ്ഞു, നിങ്ങൾ കേട്ട വാക്കുകൾ ഈ നഗരത്തെയും ഈ ആലയത്തിനും എതിരായി പ്രവചിക്കാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചത്. നിങ്ങളുടെ മാർഗങ്ങളും ചേദികളും നന്നാക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുവിൻ. നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുതപിക്കും. ഞാനിതാ നിങ്ങളുടെ കൈകളിലാണ്. നീതിയും യുക്തവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു കൊള്ളുക. എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിന്റെയും നഗരവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക. എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഭുക്കന്മാരും ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും പറഞ്ഞു, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനല്ല. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഇവൻ സംസാരിച്ചത്. അപ്പോൾ ദേശത്തെ ചില ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് കൂടിയിരുന്ന ജനത്തോട് പറഞ്ഞു, യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്തു മൊറേഷ്യത്തിലെ മിക്ക എന്ന പ്രവാചകൻ യൂദാ നിവാസികളോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, സിയോൻ വൈരികളെ പോലെ ഉഴുതുമറിക്കപ്പെടും. ജെറുസലേം കൽക്കൂമ്പാരമാകും. ഈ ആലയമിരിക്കുന്ന മല ഒരു വനാന്തരമാക്കും. എന്നിട്ട് യൂദാ രാജാവായ ഹെസക്കിയായോടും യൂദാ രാജ്യവും അവനെ വധിച്ചു. അവർ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുകയുമല്ലേ ചെയ്തത്. അവർക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ കർത്താവ് അനുതപിച്ചില്ലേ? എന്നാൽ വലിയ അനർത്ഥമാണ് നാം നമ്മുടെ മേൽ വരുത്തിവെക്കുവാൻ പോകുന്നത്. കിരിയാതെയാറാമിലെ ഷെമയായുടെ പുത്രൻ ഊറിയ എന്നൊരുവനും കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചു. അവൻ ഈ നഗരത്തിനും ദേശത്തിനുമെതിരായി ജെർമിയ പറഞ്ഞതുപോലെ തന്നെ പ്രവചിച്ചു. യെഹോയാക്കീം രാജാവും പടയാളികളും പ്രഭുക്കന്മാരും അത് കേട്ടു. അപ്പോൾ രാജാവ് അവനെ വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഊറിയ ഇതറിഞ്ഞു ഭയന്ന് ഈജിപ്തിലേക്ക് ഓടി. യെഹോയാക്കീം രാജാവ് അക്ബോറിന്റെ മകൻ എൽനാഥാനെയും കൂടെ മറ്റു ചിലരെയും അങ്ങോട്ടയച്ചു. അവൻ ഊറിയായെ ഈജിപ്തിൽ നിന്നും യെഹോയാക്കീം രാജാവിന്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവന്നു. രാജാവ് അവനെ വാളുകൊണ്ട് വധിച്ചു പൊതു ശ്മശാനത്തിൽ എറിഞ്ഞു. എന്നാൽ ജനം ജെർമിയായെ വധിക്കാതെ ഷഫാന്റെ പുത്രൻ അഹീക്കാം അവനെ രക്ഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.